നാസയുടെ ബഹിരാകാശ യാത്രികയും ഇന്ത്യൻ വംശജയുമായ സുനിത വില്യംസിന്റെ ഭൂമിയിലേക്കുള്ള മടക്കം ഇനിയും വൈകും. സുനിത വില്യംസ്, ബുച്ച് വിൽമോർ എന്നിവരുടെ മടക്കം അടുത്ത വർഷം മാർച്ചിലെ സാധ്യമാകൂ എന്നാണ് റിപ്പോർട്ടുകൾ. 2024 ജൂൺ 5-നാണ് ഇരുവരും ബഹിരാകാശ നിലയത്തിലെത്തിയത്. സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂൾ വിക്ഷേപണത്തിന് തയ്യാറാക്കുന്നതിലെ കാലതാമസമാണ് ദൗത്യം വൈകിപ്പിക്കുന്നത്. വിവിധ ഘട്ടങ്ങളിലുള്ള സുരക്ഷാ പരിശോധനകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇലോൺ മസ്കിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകം വഴിയായിരിക്കും രക്ഷാദൗത്യമെന്ന് നാസ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ തിരിച്ചടി നേരിട്ടതിനാൽ എല്ലാ പരിശോധനയും പൂർത്തിയാക്കിയ ശേഷം മാത്രം ദൗത്യം എന്ന നിലപാടിലാണ് നാസ. 8 ദിവസത്തെ ദൗത്യം ഇത്രയും നീളാൻ കാരണമായത് സുനിത വില്യംസ് സഞ്ചരിച്ച ബോയിങ് സ്റ്റാർലൈൻ പേടകത്തിലെ സാങ്കേതിക തകരാറായിരുന്നു. ഹീലിയം ചോർച്ചയായിരുന്നു പ്രതിസന്ധി ഉണ്ടാക്കിയത്. പിന്നാലെ ദിശ നിയന്ത്രിക്കുന്നതിനുള്ള 28 ത്രസ്റ്ററുകളിൽ 5 എണ്ണത്തിൽ തകരാർ കണ്ടെത്തി. ഇതിൽ 4 എണ്ണത്തിന്റെ തകരാർ പരിഹരിച്ചെങ്കിലും യാത്രികരെ പേടകത്തിൽ മടക്കിക്കൊണ്ടുവരാൻ നാസ തയ്യാറായില്ല. സുരക്ഷാ പ്രശ്നം സംബന്ധിച്ച സംശയമായിരുന്നു ഇതിന് കാരണം. സെപ്റ്റംബറിൽ ബഹിരാകാശ യാത്രികരെ കൂടാതെ സ്റ്റാർലൈനറെ മാത്രം നാസ ഭൂമിയിലേക്ക് തിരികെ എത്തിക്കുകയായിരുന്നു. ഇതോടെയാണ് സ്പേസ് എക്സിലേക്ക് നാസയുടെ തീരുമാനമെത്തിയത്. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ ഇതും നീളുകയാണ്. ഇതിനിടെ സുനിത വില്യംസിന്റെ ആരോഗ്യം സംബന്ധിച്ചും നിരവധി ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഇത്രയും ദീർഘമായ ബഹിരാകാശവാസം കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് വിലയിരുത്തൽ. എന്നാൽ നാസ ഇത് അംഗീകരിച്ചിട്ടില്ല. സുനിതയുടെ ദൃശ്യങ്ങളും ചിത്രങ്ങളും പുറത്തുവിട്ടാണ് നാസ ഈ പ്രചരണത്തെ പ്രതിരോധിക്കുന്നത്. ബഹിരാകാശത്ത് സുനിത വില്യംസ് ക്രിസ്മസ് ആഘോഷിക്കുന്ന ദൃശ്യങ്ങളും നാസ പുറത്തുവിട്ടിട്ടുണ്ട്.